നോട്ട് ചെയ്യുക. ഒരു 3 ഡിജിറ്റ് നമ്പർ 889 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷനാണ് 889 ഇൻറ്റു 9998 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള ഈസി മെത്തേഡ് നമുക്ക് നോക്കാം. ഇത് നമ്മൾ 4 ഡിജിറ്റ് ആയതുകൊണ്ട് ഇതിനെയും കൂടി ഒരു 4 ഡിജിറ്റ് ആക്കാൻ വേണ്ടി ഞാനൊരു 0 ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്പറിൻ്റെ ഇപ്പം നമ്മൾ 0 ആഡ് ചെയ്താൽ വാല്യൂ സെയിം തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 10,000 നിന്ന് 889 നമ്മൾ മൈനസ് ചെയ്യുന്നു. സബ്ട്രാക്ഷൻ ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നും കൂടെ പറയാം. ബോറോ ചെയ്യേണ്ട, വെട്ടി ചെയ്യേണ്ട. അതിനെക്കാട്ടിലും 9 10 മൈനസ് 1 ചെയ്യുക, എളുപ്പമാണ് 1. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ 8ന് മുകളിൽ നമ്മൾ ഡോട്ട് ഇടുക. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ ഇനി 8 ആയിട്ടല്ല കൺസിഡർ ചെയ്യേണ്ടത്, 9 ആണ്. ദെൻ നമ്മൾ ഇത് 9 ആകുമ്പോൾ 10 മൈനസ് 9 ആകുമ്പോൾ 1, അപ്പോഴും ഇവിടെ ഡോട്ട് ഇടുക. അഗെയിൻ 10 മൈനസ് 9 ആകുമ്പോൾ 1 ഡോട്ട് ഇടുക. ഇവിടെ ഡിജിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഡോട്ട് ഇടുക, അല്ലെങ്കിൽ ഇവിടെ ഒരു 0 എഴുതിയിട്ട് അതിന് മുകളിൽ നമ്മൾ ഡോട്ട് ഇടുക. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ 10 മൈനസ് 1 ആണ് ചെയ്യേണ്ടത്, അപ്പോൾ 9. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. എന്നിട്ട് ഇതെന്താ നമുക്ക് ഈസി ആയിട്ട് കിട്ടും അല്ലേ, 2 ആണിത്. സബ്ട്രാക്ട് 10,000 നമ്മൾ 9,998 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒന്നിൽ ഇതുകൊണ്ട് ഇതിനെ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇതിനെ മൈനസ് ചെയ്യുക. ഈസി ഏതാണെന്ന് നോക്കുക. 889 മൈനസ് 2 ആണ് നമുക്ക് ഈസി 887. 2 ചെയ്താലും ഒരേ ആൻസർ കിട്ടും. 1 ചെയ്താൽ മതി, ഇത് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 887 നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മുടെ ആൻസേഴ്സിൻ്റെ ഫസ്റ്റ് പാർട്സ് ഇതായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 2 2. അഗെയിൻ 9 ഇൻറ്റു 2 ആണ്. 9 ഇൻറ്റു 2 ആകുമ്പോൾ 18, 8 എഴുതുക, 1 മാറ്റി വയ്ക്കുക. കാര്യം ഇതിൽ ഏറ്റവും കൂടുതലുള്ള ഡിജിറ്റ് എഴുതുക 4. അപ്പോൾ ഇതിൽ 4 നമ്പേഴ്സേ പാടുള്ളൂ. പിന്നീട് വരുന്ന എത്ര നമ്പർ ആയാലും നമ്മൾ ആഡ് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ 21 ആണെങ്കിൽ 21 നമ്മൾ ആഡ് ഓൺ ചെയ്ത് വെക്കണം. ഈ 1നെ ഇപ്പുറത്തുള്ള 7ഉമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം, അതൊരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? ഇതാണ് ആൻസർ. അപ്പോൾ 889 ഇൻറ്റു 9,098ൻ്റെ ആൻസർ ഇതാണ്. ഓക്കെ, സിമ്പിളായിട്ട് 98ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാതെയും നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേറെ നോക്കാം. 77ഉം ഒരു 4 ഡിജിറ്റ് നമ്പറും. അപ്പോൾ 77 നമ്മൾ അഗെയിൻ എന്താ 10,000 നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് കിട്ടും. നേരത്തെ ആ മെത്തേഡ് തന്നെ ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ 998നെ 10,000 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ 0 ഇട്ട് വെക്കുക, വെറുതെ ഇട്ട് വെക്കുക. വാല്യൂ എന്നാലും 12 തന്നെയാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് 77 നിന്ന് 12 മൈനസ് ചെയ്യാനാണ് കുറച്ചും കൂടെ ഈസി. അപ്പോൾ നമ്മൾ 65 എഴുതുന്നു. അഗെയിൻ നമ്മൾ ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 3 ഇൻറ്റു 2 6 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആഡ് ഓൺ ആയിട്ട് എന്താണ് 11 വരുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ 11 നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അവരോട് ചോദിച്ചിരുന്നു, ഈ 10,000 100 അങ്ങനെയുള്ള ഡിജിറ്റിൽ നിന്നാണോ, അല്ലാതെ ഇപ്പോൾ 700, ഇപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഒരു നല്ല നമ്പർ 700 ആണ്. ഇപ്പോൾ 1000 നമുക്ക് മൈനസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 1000 നിന്ന് മൈനസ് ചെയ്യേണ്ട, 700 തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനിടയ്ക്ക് നമ്മളൊരു ടെക്നിക്ക് ആഡ് ചെയ്യണമെന്ന് മാത്രം. അതെന്താണെന്ന് വെച്ചാൽ, ഇതിനടുത്ത് നമ്മൾ 700 ആണല്ലോ. അപ്പോൾ 700നെ മെയിനായിട്ട് വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്നു. അപ്പോൾ എന്താ, 687ൽ 713 ആണ് മൈനസ് ചെയ്യുമ്പോൾ. 700 നിന്ന് ഇത് മൈനസ് ചെയ്യുന്നത് എത്രയാണ്, 1 ആണല്ലേ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് കിട്ടും. ഇപ്പോൾ എന്താ ചെയ്യുക, ഇനി 687 മൈനസ് 1 ആണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ 687 മൈനസ് 1 എത്രയാണ്, 686 ആണ്. അത് നമ്മൾ എഴുതുന്നു. 13 ഇൻറ്റു 1 13 തന്നെയാണ്, 13 ആണ് 13 ഇൻറ്റു 1. എന്നിട്ട് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ആൻസറിൻ്റെ അവസാനത്തെ 2 ഡിജിറ്റ് ഇതായിരിക്കും. 1's പ്ലേസിലും 10 പ്ലേസിലും ഇത് തന്നെയായിരിക്കും. ഇതല്ല എഴുതേണ്ടത്. നമ്മൾ എന്താണ് ചെയ്തത്, 100 ഇൻറ്റു 7 ആണ് അല്ലേ. ആ 100 ഇൻറ്റു 7ൻ്റെ ഇൻറ്റു 7 നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് ഇൻറ്റു 7 ചെയ്തിട്ട് അതാണ് ഇവിടെ എഴുതുന്നത്. 6 ഇൻറ്റു 7 42, 4 ബാലൻസ് ആക്കിയിട്ട് ബാക്കി വെച്ച് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ 686 ഇൻറ്റു 7 അതാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻസർ.